അഭിരാമിയുണ്ട്. അഭിരാമി, ഇപ്പോൾ ആളുകൾക്ക് ഇങ്ങനത്തെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ ചിലപ്പോൾ കാണാറുണ്ടെന്നൊക്കെ ആളുകൾക്ക് തോന്നും. പക്ഷേ വലിയ തിരക്ക് പിടിച്ച, പ്രത്യേകിച്ച് ഇപ്പോൾ അറിയാലോ രാഷ്ട്രീയത്തിൻ്റെ തിരക്കാണ്. ആര് സർക്കാർ ഉണ്ടാക്കും, എങ്ങനെയൊക്കെ ചാട്ടം നടക്കുമെന്നൊക്കെ ആലോചിക്കുന്ന സമയത്താണ് ഇത്തരം നുറുങ്ങ് കാഴ്ചകൾ സന്തോഷം പകരുക. ഇത് എങ്ങനെയാണ് പ്രചരിക്കുന്നത്, എവിടെ നിന്നുള്ള കാഴ്ചകളാണെന്ന് അറിയാൻ കഴിയുന്നുണ്ടോ? പറയും. ദിവിഷ, ഈ ചെറിയ മക്കളുണ്ട്, ചെറിയ ചെറിയ കുസൃതികളൊക്കെ ഒപ്പിക്കുമ്പോൾ നമുക്ക് അതെന്തൊരു ഭംഗിയാണ് അത് കാണാൻ. ചിലപ്പോഴവരെ നമുക്ക് ചീത്ത പറയാൻ തക്ക ദേഷ്യത്തിലായിരിക്കും അവരുടെ അടുത്തേക്ക് പോവാം. പക്ഷെ അവിടെ ചെല്ലുമ്പോഴേക്കും അവരൊരു ചിരി നമ്മളെ നോക്കി ചിരിക്കും. അത് കാണുമ്പോൾ നമ്മുടെ ദേഷ്യവും അവരോടുള്ള ദേഷ്യവും ഒക്കെ ഇങ്ങനെ അലിഞ്ഞില്ലാതാവുമെന്ന് പറയാറുണ്ട്. അത്തരത്തിൽ തന്നെയാണ് ഈ കുസൃതി കുരുന്ന്. നമ്മളിപ്പോൾ കണ്ട വീഡിയോയിൽ ആ കുസൃതി കുരുന്നും ഫ്രിഡ്ജിനകത്ത് കയറി ഒളിച്ചിരുന്ന് കേക്ക് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് കുട്ടിയുടെ മാതാപിതാക്കൾ ആരോ വന്ന് പുറകിൽ നിന്ന് വിളിക്കുകയാണ്. പെട്ടെന്ന് ആ വിളി കേട്ട് ആളൊന്ന് ഞെട്ടിയിട്ട് ഒന്നും അറിയാത്ത ഭാവത്തിൽ ആദ്യം ഒന്ന് മിണ്ടാതിരുന്നു. ഞാൻ ഈ നാട്ടുകാരിയല്ലേ എന്ന ഭാവത്തിലൊന്ന് ഇരുന്നു. അതിനുശേഷം പിന്നെ പതിയെ ഇറങ്ങുകയാണ്. നമ്മൾ ഈ സിനിമയിൽ കേൾക്കുന്ന ഡയലോഗില്ലേ, വിശന്നിട്ടല്ലേ സാറേ എന്ന് പറയുന്ന പോലെ ആ കുരുന്നൊരു നോട്ടമൊക്കെ നോക്കുന്നുണ്ട്. നമ്മളും ചെറുതായിരുന്നപ്പോൾ ഇതുപോലെ പല കുസൃതികളും ഒപ്പിച്ച് പിടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ കാലത്താണെങ്കിൽ നമ്മളെ അച്ഛനും അമ്മയും ഒക്കെ പൊതിരെ തല്ലുന്നൊരു സമയമാണ്. ഞാനൊക്കെ ഇതുപോലെ ഭക്ഷണമൊന്നും വേണ്ട, എന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യത്തിന് വഴക്കിട്ട് ഭക്ഷണമൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് പോയി കിടന്ന് രാത്രിയൊക്കെ ആകും. പിന്നെയും വിശപ്പ് വന്ന് കഴിയുമ്പോൾ പിന്നെ പതിയെ അടുക്കളയിൽ വന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അമ്മ വരുന്നത്. എന്നിട്ട് അമ്മയുടെ ഒരു കുസൃതി ചിരിയൊക്കെ ആയിട്ട് കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് അമ്മ പോകാറുണ്ട്. അതൊക്കെയാണ് ശരിക്കും എനിക്ക് ഈ വീഡിയോ കാണുമ്പോൾ ഓർമ്മ വരുന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലായി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഈ കുരുന്ന്.